താണ്ഡവം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് കിരൺ റാഥോഡ്. കുറഞ്ഞ സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും നിരവധി ആരാധകർ കിരണിനുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന കിരൺ റാഥോഡ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മുഖ്യധാരയിലേക്ക് കടന്നു വന്നത്. ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കിരൺ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഗ്ലാമറസ് റോളുകളായിരുന്നു. പക്ഷേ സിനിമയിലെ തെരഞ്ഞെടുപ്പുകൾ മോശമായത് കിരണിന്റെ കരിയറിനെ തന്നെ ബാധിച്ചു. ഇപ്പോഴിതാ കിരൺ നൽകിയ ഒരു അഭിമുഖം ശ്രദ്ധ നേടുകയാണ്. നീണ്ടൊരിടവേളയ്ക്ക് ശേഷമാണ് കിരൺ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. സുന്ദർ സിയുടെ സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് അഭിമുഖത്തിൽ കിരൺ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുള്ളത്. പ്രമുഖ നടി ഷക്കീലയുമായുള്ള അഭിമുഖത്തിലായിരുന്നു കിരണിന്റെ തുറന്നു പറച്ചിൽ. സുന്ദർ സി സംവിധാനം ചെയ്ത അംബാല എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് വലിയൊരു തെറ്റായി പോയി എന്നാണ് കിരൺ റാഥോഡ് പറയുന്നത്. അഭിനയിക്കാൻ ഒരു അവസരം തരുമോ എന്ന് താൻ തന്നെയായിരുന്നു സുന്ദറിനോട് അന്ന് ചോദിച്ചത്. എന്നാൽ തന്നെ ഒരു ഉപകരണം പോലെയാണ് ആ സിനിമയിൽ സുന്ദർ ഉപയോഗിച്ചതെന്നും ആ സിനിമയിൽ അഭിനയിച്ചത് തന്റെ കരിയറിൽ വലിയ തെറ്റായി പോയെന്നുമാണ് കിരൺ റാഥോഡ് പറയുന്നത്. അതേസമയം വലിയ വിവാദത്തോടെയായിരുന്നു കിരൺ റാഥോഡ് കോവിഡ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത്. സ്വന്തം ഗ്ലാമറസ് ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമായി ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയാണ് കിരൺ അക്കാലത്ത് ഉപജീവന മാർഗം കണ്ടെത്തിയത്. തുടർന്ന് താരത്തിന് നേരെ വ്യാപക അധിക്ഷേപങ്ങൾ ഉടലെടുക്കുകയും നിരന്തരമായി സൈബർ ഇടങ്ങളിൽ കിരൺ വേട്ടയാടപ്പെടുകയും ചെയ്തു. പിന്നാലെ കിരണിന് നേരെ വ്യാപക അധിക്ഷേപങ്ങളും ഉണ്ടായി. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു എന്നുവരെ കിരണിനെ ജനങ്ങൾ കുറ്റപ്പെടുത്തി. എന്നാൽ ഇതൊന്നും കിരൺ റാഥോഡ് കാര്യമാക്കിയില്ല. തന്റെ ചൂടൻ ചിത്രങ്ങൾ വിൽക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഈ അടുത്ത് കിരൺ മനസ്സ് തുറന്നിരുന്നു. കോവിഡ് സമയത്താണ് അത് തുടങ്ങിയതെന്നും ഇതേപ്പറ്റി ഈ അഭിമുഖത്തിൽ തന്നെ കിരൺ റാഥോഡ് കൂടുതൽ വ്യക്തതയും വരുത്തുന്നുണ്ട്. ഇഷ്ടപ്പെട്ട താരത്തോടൊപ്പം സംസാരിക്കുവാൻ വേണ്ടി കുറച്ചധികം പണം ചെലവഴിക്കണമെന്നും ആരാധകരുമായി ഇടപഴകാനുള്ള അവസരമാണ് നൽകുന്നതെന്നും കിരൺ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിലൂടെ പണം ഉണ്ടാക്കാനും സാധിക്കുമെന്നും കിരൺ റാഥോഡ് വ്യക്തമാക്കുന്നു. കോവിഡ് സമയത്ത് വർക്കുകളൊന്നും ഇല്ലാതായി എന്നും താനൊരു ഗ്ലാമർ ക്യൂനാണ്, അതുകൊണ്ട് തന്നെ ബിക്നിയിലുള്ള ഫോട്ടോ വിൽക്കാമെന്ന് തീരുമാനിച്ചുവെന്നുമാണ് കിരൺ റാഥോഡ് പറയുന്നത്. സിനിമകളിൽ നിന്ന് മാറി നിന്നതിനെ പറ്റിയും കിരൺ സംസാരിക്കുന്നുണ്ട്. സിനിമകളിൽ ഐറ്റം ഡാൻസ് ചെയ്തതിനെ കുറിച്ചും കിരൺ തുറന്നു പറയുന്നു. വിന്നർ എന്ന സിനിമയിൽ ബിക്നി ധരിച്ചു, അതിനുശേഷം ഐറ്റം ഡാൻസുകൾ മാത്രമാണ് ലഭിച്ചതെന്ന് കിരൺ പറയുന്നു. ഇപ്പോഴും ഐറ്റം ഡാൻസ് ചെയ്യാറുണ്ടെന്നും നടി വ്യക്തമാക്കി. ജെമിനിയിലൂടെ തെന്നിന്ത്യയിലാകെ താരമായി മാറിയെന്നും പിന്നീട് കാമുകനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച താൻ സിനിമകൾ വേണ്ടെന്ന് വെച്ചെന്നുമാണ് കിരൺ തുറന്നു പറയുന്നത്. കാമുകനൊപ്പമുള്ള ജീവിതത്തിനായി അജിത്തിനൊപ്പമുള്ള സിനിമയിലെ അവസരം പോലും അക്കാലത്ത് നിരസിച്ചിരുന്നു. എന്നാൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് താൻ പതിയെ മനസ്സിലാക്കിയെന്നും ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്ന് ചെന്നൈയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയെന്നും കിരൺ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് തനിക്കുണ്ടായ തിരിച്ചറിവിനെ പറ്റിയും കിരൺ പറയുന്നു. സിനിമാ ഇൻഡസ്ട്രിയിൽ നമുക്ക് സുഹൃത്തുക്കളായി ആരുമില്ല എന്നാണ് അന്ന് കിരൺ മനസ്സിലാക്കിയത്. ഉള്ളവർ തന്നെ മുതലെടുത്തു. വർക്ക് തരാമെന്ന് പറഞ്ഞ് രാത്രിയിൽ വിളിക്കുമെന്നും പക്ഷേ അവരുടെ തനി നിറം അപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും കിരൺ റാഥോഡ് തുറന്നു പറയുന്നു. താൻ വിവാഹിതയാണെന്നും അമ്മയാണെന്നും ഒക്കെ ഗോസിപ്പുകൾ പ്രചരിച്ചു. എന്നാൽ ഈ ഗോസിപ്പുകളൊന്നും ആദ്യം കാര്യമാക്കിയിരുന്നില്ല എന്നും കിരൺ പറയുന്നുണ്ട്. അതേസമയം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയാണ് കിരൺ റാഥോഡ്. ബോളിവുഡിലൂടെ കരിയർ ആരംഭിച്ച ശേഷമാണ് കിരൺ തെന്നിന്ത്യയിലേക്ക് എത്തുന്നത്. ജെമിനിയിലൂടെ തമിഴിലെത്തി. വിക്രം നായകനായ ചിത്രം തമിഴിലെ വലിയ ഹിറ്റുകളിലൊന്നായി മാറി. അജിത്, കമൽഹാസൻ തുടങ്ങിയവർക്കൊപ്പവും കിരൺ റാഥോഡ് അഭിനയിച്ചു. പിന്നാലെ കിരൺ മലയാളത്തിലുമെത്തി. മോഹൻലാൽ നായകനായ താണ്ഡവത്തിലൂടെയാണ് കിരൺ മലയാളത്തിലെത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.